നമ്മളുടെ തെങ്ങുളയിൽ ഫാമിലിയിൽപ്പെട്ടവരാണ്. 100 വർഷത്തിന് മുൻപേ ഉള്ള ഒരു പഴയ ഫാമിലിയാണ് നമ്മുടേത്, തെങ്ങുളയിൽ ഫാമിലി. അത് ആദ്യം ഉള്ള നമ്മളെ പൂർവ്വപിതാവായ വല്യപ്പച്ചൻ്റെ പേര് മാത്തപ്പൻ എന്നായിരുന്നു. മാത്തപ്പനിൽ നിന്ന് 2 ആൺമക്കൾ. ആ ആൺമക്കളുടെ പേര് പറയാം. ഉണ്ണിപ്പാപ്പൻ. അതിനുശേഷം ഉണ്ണിപ്പാപ്പൻ ഇടിക്കള അപ്പച്ചൻ. ആ അപ്പച്ചൻ്റെ മകനാണ് എൻ്റെ പിതാവായ ഗീവർഗീസും ചാക്കോയും. ഗീവർഗീസിൻ്റെ 6 മക്കളിൽ 3-ാമത്തേതാണ് ഞാൻ. ഇവരെല്ലാം മുഖത്തല മാർത്തോമ ഇടവകയിൽപ്പെട്ട ഫേമസ് ഫാമിലിയാണ്. ആ 2 ഏക്കർ പുരയിടം വരെയും പൂർവ്വപിതാവായ മാത്തപ്പൻ ഇഷ്ടദാനം കൊടുത്തതാണ്. അതിനെ തുടർന്ന് പരമ്പരാഗതമായി ഇപ്പോഴും അവിടെ ഓരോ കാര്യങ്ങളും നമ്മുടേതായ ബേസിൽ തന്നെ നടക്കുന്നു. എല്ലാവരും അതിനകത്ത് ട്രസ്റ്റിയായിട്ടും കണക്കനായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ അതിൽ ജീവിച്ചു വന്നു. എൻ്റെ മൂത്ത സഹോദരിയായ റാഹേലമ്മയുടെ 27 വർഷമായി എൻ്റെ അടക്കത്തിന് ഞാൻ പോയപ്പോഴാണ് എൻ്റെ ഫാമിലിയെ പറ്റിയുള്ള വിവരങ്ങൾ അവർ പോലും മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് എൻ്റെ അപ്പച്ചന് ഞങ്ങളെ 1950 ഏപ്രിൽ 4-ാം തീയതി രാജ്യത്വ തിരുനാൾ ദിവസം ഇവിടെ നിന്നും കുളത്തുപ്പുഴയ്ക്കടുത്തുള്ള ഏഴംകുളം എന്ന പ്രദേശത്തേക്ക് കുടിയേറി പാർത്തു. അതിനെ തുടർന്ന് അവിടെ കൃഷി പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അപ്പച്ചന് സുഖമില്ലാതാവുകയും അങ്ങനെ ആശുപത്രിയിലാവുകയും ചെയ്തു. അങ്ങനെ ആ സെപ്റ്റംബർ 20-ാം തീയതി 1950 സെപ്റ്റംബർ 20-ന് അപ്പച്ചൻ മരിച്ചു. പക്ഷേ ഇപ്പാപ്പനുമായിട്ടുള്ള ഒരു മത്സരം കൊണ്ട് കുണ്ട്ര വലിയ ശാലോം കുണ്ട്ര വലിയ പള്ളിയിലാണ് അടക്കം ചെയ്യാൻ ഇടയായത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ പഴയലൂർ കത്തോലിക്ക പള്ളിയിൽ ചേരുകയും അവിടുന്ന് പിന്നെ ഞങ്ങൾ ഏഴംകുളം ഇടവക 1953 മാർച്ച് ജനുവരി 10-ാം തീയതി കിട്ടിയ നിർദ്ദേശപ്രകാരം അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ അപ്പച്ചനിൽ നിന്ന് ഒരു ബേബിച്ചനും മാത്യു, ബേബിച്ചൻ, പാപ്പച്ചൻ, ഇങ്ങനെ 3 മക്കളും ആൺമക്കളും 3 സഹോദരിമാരും ഉണ്ടായി. അവരിങ്ങനെ കുളത്തുപ്പുഴയിലും പ്രദേശങ്ങളിലുമായിട്ടൊക്കെ ജീവിക്കുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ എൻ്റെ അനിയന്മാരുടെ അനിയൻ പാപ്പച്ചൻ്റെ മക്കൾ അമേരിക്കയിലാണ്. തുടർന്ന് എൻ്റെ മക്കൾ ഒരു അധ്യാപികയും
അത് അഞ്ചൽ പ്രദേശത്ത് പള്ളൻ ഹൗസിൽ താമസിക്കുന്നു. രണ്ടാമത്തത് ഇലക്ട്രോണിക് ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരു ഭവനം വാങ്ങിച്ച് അവിടെ താമസിക്കുന്നു. മകൻ എന്നോടൊപ്പം വേഴംകുളത്ത് തന്നെ താമസിക്കുന്നു. കൃഷിക്കാര്യങ്ങൾ നോക്കി ഞാൻ അധ്യാപക ഹെഡ് മാസ്റ്റർ പദവിയിലെത്തുകയും ഇതിനെ തുടർന്ന് 1993 അതിന് വിരമിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ദൈവം ഇത്രയും സമയം എനിക്ക് തരികയും എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനും ബാംഗ്ലൂരിൽ പോയി താമസിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇത്രത്തോളം പരമകാരുണ്യനായ ദൈവം ഈ സഹോദരന് വേണ്ടി ചെയ്ത എല്ലാ നന്മയ്ക്കും വേണ്ടി 1000 നന്ദി അർപ്പിക്കുന്നു.